ഇയാനി ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് ടിപ്സ് ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. അതായത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് കുറേ പ്രശ്നങ്ങൾ വരാറുണ്ടല്ലേ. നമ്മുടെ തയ്യൽ മെഷീൻ ഉപയോഗിക്കുമ്പോൾ അതിൽ ഒത്തിരി പ്രശ്നങ്ങൾ നമുക്ക് വന്നു പോവാറുണ്ട്. അപ്പോൾ നമുക്ക് അതെങ്ങനെ പരിഹരിക്കാം എന്നതിനെ പറ്റിയുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഈ വീഡിയോ ഉണ്ടല്ലോ, നമ്മളുടെ ടൈലറിംഗ് ക്ലാസ്സിലുള്ളവർക്കാണെങ്കിലും അല്ലാതെ നമ്മൾ വീഡിയോ ഇടുന്നുണ്ട്. നമ്മുടെ ചാനലിൽ വീഡിയോ ടോപ്പിന്റെയൊക്കെ വീഡിയോ, ചെറിയ വീഡിയോ ഒക്കെ ഇടുന്നുണ്ട്. അത് കാണുന്നവർക്കാണെങ്കിലും രണ്ട് കൂട്ടർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ഞാൻ ആദ്യമേ പറയാം, ഞാൻ ഉപയോഗിക്കുന്ന മെഷീൻ ജാക്കിന്റെ മെഷീനാണ് കേട്ടോ, പവർ മെഷീനാണ്. പക്ഷേ ഇപ്പൊ ഈ പറയാൻ പോകുന്ന ടിപ്സ് എല്ലാം ഈ ജാക്കിന്റെ മെഷീന് മാത്രം ഉപകാരപ്പെടുന്ന ടിപ്സ് അല്ല. നിങ്ങൾ ഏത് മെഷീൻ ഉപയോഗിക്കുന്നവരാണെങ്കിലും ഇപ്പൊ എല്ലാവർക്കും തന്നെ സാധാരണ സിംഗിൾ മെഷീൻ അല്ലെങ്കിൽ ഡബിൾ മെഷീനൊക്കെ ഉപയോഗിക്കുന്നവരാണ് അല്ലെ. ചിലപ്പോൾ വൈറ്റ് മെഷീൻസ് ഉപയോഗിക്കുന്നവരുണ്ടാവും. അപ്പോൾ ഏത് തരം മെഷീൻ ആണെങ്കിലും ഞാനിപ്പോ പറയുന്ന ഈ മെത്തേഡൊക്കെ നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക കേട്ടോ. നമ്മളതിൽ സൂചിയിലൊന്നുമല്ല കുറെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, വേറെ ചില കാര്യങ്ങൾക്കൊക്കെയാണ് കേട്ടോ നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് ഞാൻ പറയാൻ പോകുന്നുണ്ടെന്നറിയോ, നമ്മളുടെ ഡ്രോയർ ഇല്ലേ, അതായത് നമ്മുടെ മെഷീൻ ഒരു ഡ്രോയർ ഉണ്ടാവും. ഈ ഡ്രോയറിൽ എപ്പോഴും നമ്മളൊരു എണ്ണക്കുപ്പി കരുതുക. ഇതിപ്പോ ഞാൻ പുറത്തുനിന്ന് വാങ്ങിയതാണ് കേട്ടോ. നമുക്ക് വീട്ടിൽ വേണമെങ്കിലും എണ്ണ ഉണ്ടാക്കിയെടുക്കാം. അത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഞാനിപ്പോ ഒരു ചെറിയൊരു ബോട്ടിൽ വാങ്ങിയിട്ടുണ്ട്. ഇതിന്റെ വില എത്രയാണെന്നറിയോ? 35 രൂപയാണ് കേട്ടോ ഇതിന്റെ വില. ഇതാ കണ്ടില്ലേ, MRP 35 രൂപയേ ഉള്ളൂ. ഇങ്ങനെ ഒരു ബോട്ടിലാണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് ഈ ഒരു ക്യാപ്പ് ഇതിന്റെ തുറക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ മെഷീനിൽ ഏത് ഭാഗത്ത് വേണമെങ്കിലും എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്റെ ഈ മെഷീനിൽ ഒരു ഭാഗത്ത് പോലും എനിക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. കാര്യം ഇതിന്റെ താഴെ ഓയിൽ ടാങ്ക് ഉണ്ട്. അപ്പോൾ ഈ ആവശ്യമുള്ള ഓയിൽ ഈ മെഷീൻ അങ്ങ് എടുത്തോളും. പക്ഷെ നമ്മൾ സാധാരണ ഡബിൾ മെഷീനിൽ അല്ലെങ്കിൽ പവർ മെഷീനിലൊക്കെ നമുക്ക് ഡെയിലി എണ്ണ ഒഴിച്ചു കൊടുക്കണം അല്ലെ. ഈ സൂചിയുടെ ഭാഗത്ത് ഒഴിച്ചു കൊടുക്കേണ്ടി വരും. പിന്നെ അവിടെ അവിടെയായിട്ട് കുറെ ഡോട്ട്സ് ഇങ്ങനെ ഉണ്ടാവും. ഇവിടെയൊക്കെ നമ്മൾ ഡെയിലി എണ്ണ ഒഴിച്ചു കൊടുത്താൽ മാത്രമേ നമ്മുടെ മെഷീൻ നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടുകയുള്ളൂ. ഈ എണ്ണക്കുപ്പിയുടെയും ഈ ഇൻസ്ട്രക്ഷൻസിലുണ്ട് കേട്ടോ. ഇതാ കണ്ടോ, നമ്മുടെ മെഷീനൊക്കെ സ്മൂത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ മെഷീൻ ഓയിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്തു കൊടുക്കും. അപ്പോൾ ഞാൻ ഈ എണ്ണ എന്തിനാണെന്നറിയോ വാങ്ങിയത്? എന്റെ മെഷീനിലെ ചില സമയത്ത് നൂലിങ്ങനെ ടൈറ്റ് ആയി പോകും. അതായത് നമ്മൾ തയ്ച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ ചില ഭാഗത്തെ സ്റ്റിച്ചിങ്ങിനെ ടൈറ്റ് ആയിട്ട് ഒരു ഉരുണ്ട പോലെ ഇങ്ങനെ വരും. അപ്പൊ ഞാൻ ഈ ഭാഗത്ത് എണ്ണ അങ്ങ് ഇട്ട് കൊടുക്കും. ഇവിടെ കുറച്ച് തുരുമ്പൊക്കെ വരുമ്പോൾ ഇവിടെ നൂല് കുറച്ച് ടൈറ്റ് ആവും. അത് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഭാഗത്ത് എണ്ണ ഒഴിച്ച് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഇതുപോലത്തെ മെഷീൻ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഇടക്കിടക്ക് ഈ ഒരു ഗ്യാപ്പിൽ, അതായത് ഈ ഒരു ഗ്യാപ്പിൽ എണ്ണ ഒഴിച്ച് കൊടുക്കണം. സാധാരണ മെഷീൻ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നമുക്ക് ഏതൊക്കെ ഗ്യാപ്പിലാണ് എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ടത് അവിടെയൊക്കെ പറ്റുന്ന എല്ലാ ദിവസവും, ഇപ്പൊ നമ്മൾ ഇന്നൊരു ദിവസം തയ്ച്ചില്ല എന്നാലും കുഴപ്പമില്ല, കുറച്ച് എണ്ണയല്ലേ, അതങ്ങ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ മെഷീൻ ഓയിൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതിനായിട്ട് നമുക്ക് ചെറിയൊരു പാത്രം എടുക്കാം. ഇനി ഈ പാത്രത്തിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ, ഇപ്പൊ നമുക്ക് കറിക്കൊക്കെ എടുക്കത്തില്ലേ, ആ ഒരു വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ അളവില് മണ്ണെണ്ണ 1 സ്പൂൺ വേണ്ട കേട്ടോ, 3/4 സ്പൂൺ മതി. ഇല്ലെങ്കിൽ നമ്മുടെ വെളിച്ചെണ്ണ ഉണ്ടല്ലോ വളരെ നേർത്തു പോകും. അതായത് ഒരു എണ്ണ പോലെ നമുക്ക് കിട്ടത്തില്ല, കുറച്ച് വെള്ളം പോലെ ആയിപ്പോവും. ഞാനിപ്പോ 3/4 ടേബിൾ സ്പൂൺ അളവില് മണ്ണെണ്ണ എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതാ ഇത് രണ്ടും കൂടി ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. 1 സ്പൂൺ വെളിച്ചെണ്ണ ഇട്ടു, 3/4 ടേബിൾ സ്പൂൺ മണ്ണെണ്ണ ഇട്ടു. ഇതിപ്പോ ഇതിന്റെ ഒരു കൺസിസ്റ്റൻസി കാണിച്ചു തരാം. ഇതാ കണ്ടിട്ട് എണ്ണ പോലെ തന്നെ ഉണ്ട്. നമ്മൾ 1 സ്പൂൺ തന്നെ മണ്ണെണ്ണ ഒഴിക്കുവാണെങ്കിൽ ഉണ്ടല്ലോ കുറച്ച് വെള്ളം പോലെ ആയിപ്പോവും, ആ ഒരു എണ്ണ പോലെ നമുക്ക് കിട്ടത്തില്ല. ഇത് നമുക്ക് മെഷീനിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഏതൊക്കെ ഭാഗത്ത് ഒഴിക്കുന്നോ അവിടെയൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാനിപ്പോ ഇവിടെ എന്റെ മെഷീന്റെ ഈ ഒരു ഭാഗത്ത് മാത്രമാണ് കേട്ടോ ഒഴിക്കുന്നത്. ഇതിങ്ങനെ ഒന്ന് നമ്മുടെ കൈ വെച്ചിട്ട് ഒന്നിങ്ങനെ അകത്തി നിർത്തിയിട്ട് ഈ സ്പൂണിന് വെച്ച് തന്നെ നമുക്ക് ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വിട്ടു കൊടുക്കാം. എന്നിട്ട് ഇതിങ്ങനെ ഒന്ന് അകത്തിയും, അതായത് ഒന്ന് ടൈറ്റ് ആക്കിയും ലൂസ് ആക്കിയും കൊടുക്കാം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ തുരുമ്പൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് പൊയ്ക്കോളും. ഓക്കെ, അപ്പോൾ നിങ്ങൾ സാധാരണ മെഷീനിലൊക്കെ ആണെങ്കിൽ ഈ ഭാഗത്തൊക്കെ എണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ എണ്ണയാണ് നമ്മുടെ ആദ്യത്തെ ടിപ്പ് കേട്ടോ. ഇനി രണ്ടാമത്തെ ടിപ്പ് പറഞ്ഞുതരാം. രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നമ്മുടെ കയ്യില് എപ്പോഴും 2 കേസ് ഉണ്ടായിരിക്കണം. അതിപ്പോ ഏത് മെഷീൻ ഉപയോഗിക്കുന്നവരാണെങ്കിലും 2 കേസ് ഉണ്ടാവുക. ഒന്ന് നമുക്ക് മെഷീനിൽ ഇടുകയും വേണം, മറ്റേത് നമ്മുടെ
ഈ ഒരു ട്രേയിൽ ഉണ്ടാവാൻ വേണം കേട്ടോ. കാര്യം ചില സമയത്ത് ഈ ഒരു കേസിൽ എന്തെങ്കിലുമൊക്കെ പറ്റിയിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് നമ്മുടെ സ്റ്റിച്ചിങ് കിട്ടത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ കേസൊക്കെ ഒന്ന് മാറ്റി നോക്കാം. അപ്പൊ മാറ്റി നോക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ വേറെ കേസ് ഇല്ലെങ്കിൽ പറ്റത്തില്ല. എല്ലാവരും തന്നെ ചെയ്യുന്ന ഒരു കാര്യമാണ്, ഒരേ ഒരു കേസേ വാങ്ങിക്കത്തുള്ളൂ. ഇഷ്ടം പോലെ ബോബിൻ നമ്മുടെ അടുത്ത് ഉണ്ടാവും. കാര്യം നൂൽ ചുറ്റാൻ വേണ്ടി ബോബിൻ കുറെ വേണം. പക്ഷെ കേസിന്റെ ആവശ്യം അങ്ങനെ ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആകെ ഒരെണ്ണേ വാങ്ങിക്കുള്ളൂ കേട്ടോ. അപ്പോൾ എപ്പോഴും നമ്മുടെ കയ്യിൽ മാറ്റിയിടാൻ വേണ്ടിയിട്ട് വേറൊരു പുതിയ കേസ് ഉണ്ടാവണം. ചീത്താതൊക്കെ ആണെങ്കിൽ അപ്പൊ തന്നെ അങ്ങ് കളഞ്ഞേക്കാം. പിന്നെ അത് നമ്മളുടെ ഈ ഒരു ട്രേയിൽ വെച്ചോണ്ടിരിക്കരുത്. അപ്പോൾ 2 കേസ് എപ്പോഴും കയ്യിൽ ഉണ്ടാവണം കേട്ടോ. ഇനി 3ാമത്തെ ടിപ്പാണ് പറയുവാൻ പോകുന്നത്. അതായത് നമ്മള് നൂല് നമ്മുടെ മെഷീനിൽ വെക്കത്തില്ലേ, അപ്പോൾ ജസ്റ്റ് ഒന്ന് നൂല് ചെക്ക് ചെയ്യുക. നൂല് നല്ല കറക്റ്റ് റൗണ്ട് തന്നെയാണോ, അതായത് ഈ ഭാഗത്ത് നല്ല റൗണ്ട് ഷേപ്പ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം നമുക്ക് നൂല് ഇടാനായിട്ട്. ചില നൂല് കുട്ടികളുള്ള വീട്ടില് പ്രത്യേകിച്ച് നൂലിന്റെ അവസ്ഥ ഇതായിരിക്കും കേട്ടോ, ഇങ്ങനെ ചളുങ്ങിയിരിക്കുമായിരിക്കും. ഇങ്ങനെ നൂല് നമ്മൾ ഇടുവാണെങ്കിലുള്ള അവസ്ഥ ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോ എന്റെ മെഷീന്റെ ത്രെഡ് സ്റ്റാൻഡില് 2 നൂലും, അതായത് കറക്റ്റ് റൗണ്ട് ഷേപ്പുള്ള നൂലും ഇട്ടിട്ടുണ്ട്. പിന്നെ ആ ഒരു ചളങ്ങിയ നൂലില്ലേ അതും ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ആദ്യമേ കറക്റ്റ് നൂല് കാണിച്ചു തരാം. ഈ നൂല് നമ്മൾ ഇങ്ങനെ മെഷീൻ ആവശ്യത്തിന് എടുക്കത്തില്ലേ, കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഉരുണ്ടുരുണ്ട് പോന്നോളും, ഒരു കുഴപ്പമില്ല. പക്ഷേ ഇനി നമ്മൾ ഇതുപോലെ ചളുക്കുള്ള നൂലാണെങ്കിലുള്ള അവസ്ഥ നോക്കിക്കോട്ടാ. ഇതിങ്ങനെ കറക്റ്റ് ആയിട്ട് പോരത്തില്ല. കുറച്ച് കഴിയുമ്പോ ഉണ്ടല്ലോ ഇതിങ്ങനെ സ്റ്റക്കായി ഇങ്ങനെ നിൽക്കും. അപ്പൊ നമ്മൾ തയ്ക്കുമ്പോൾ ത്രെഡ് പൊട്ടിപ്പോവും. അപ്പൊ എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് ഇത് കറക്റ്റ് ആണോ എന്ന് നോക്കിയിട്ട് വേണം ത്രെഡ് സ്റ്റാൻഡില്. ഇപ്പൊ സാധാരണ മെഷീന്റെ ഈ ഭാഗത്തായിരിക്കും ത്രെഡ് സ്റ്റാൻഡ് ഉണ്ടാവുക. അവിടെ നിങ്ങൾ വെക്കുമ്പോൾ കറക്റ്റ് ഇതൊന്ന് ഷേപ്പ് ചെയ്തിട്ട് വെക്കാം. അതായത് ഇങ്ങനെ ഒന്ന് നമ്മൾ കൈ വെച്ച് ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം ഉരുണ്ട് വരും. എന്നിട്ടും ശരിയായില്ലെങ്കിൽ ഒരു സ്ക്രൂ ഡ്രൈവറോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൊണ്ട് ഇതിങ്ങനെ ഒന്ന് ഉരുട്ടി കൊടുക്കുക. അപ്പോൾ ഇത് നല്ല കറക്റ്റ് ഷേപ്പിൽ നമുക്ക് ഇതിങ്ങനെ കിട്ടും കേട്ടോ. ഇതിപ്പോ അത്യാവശ്യം നല്ല പോലെ റൗണ്ട് ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ നല്ല പോലെ ഇതിങ്ങനെ ഒന്ന് റൗണ്ട് ഷേപ്പിൽ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും ഈ ത്രെഡ് സ്റ്റാൻഡിൽ വെച്ചു. എന്നിട്ട് നോക്കിയേ കറക്റ്റ് ആയിട്ട് നൂലിങ്ങനെ നമുക്ക് കിട്ടും കേട്ടോ. ഇനി അടുത്ത ടിപ്പ് പറഞ്ഞു തരാം. അതായത് നമ്മൾ ബോബിനില് നൂല് ചുറ്റത്തില്ലേ, അപ്പോൾ എന്ത് ചെയ്യണം, ഈ ഒരു ലിവർ നമുക്കിങ്ങനെ പൊക്കി നിർത്തിയിട്ട് വേണം നൂല് ചുറ്റാനായിട്ട്. ഇതാ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇതിങ്ങനെ പൊക്കി നിർത്തുക. ഒരിക്കലും ഇതിങ്ങനെ താഴ്ന്നിരിക്കുന്ന അവസ്ഥയിൽ ബോബിനില് നൂല് ചുറ്റരുത്. കാരണം സൂചി ഇങ്ങനെ വെറുതെ ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ താഴ്ന്നും പൊങ്ങിയും ഇരിക്കും. അപ്പൊ എന്ത് പറ്റും, ഈ സൂചിയുടെ പോയിന്റ് നമുക്ക് നഷ്ടമാകും. അപ്പോൾ നമ്മൾ എപ്പോഴും ബോബിനില് നൂല് ചുറ്റുമ്പോൾ ഇതിങ്ങനെ പൊക്കി നിർത്തിയിട്ട് വേണം സൂചിയല്ല നൂല് ചുറ്റിയെടുക്കാൻ കേട്ടോ. ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, നമ്മുടെ ഈ ഭാഗത്ത് ഇഷ്ടം പോലെ പൊടി ഇങ്ങനെ ഉണ്ടാവും. അപ്പൊ നമുക്കതൊന്ന് തുടച്ചു മാറ്റാം കേട്ടോ. അതിനായിട്ട് നമുക്ക് മെഷീൻ ഒന്ന് പൊക്കി ഇങ്ങനെ ഒന്ന് നിർത്തി കൊടുക്കാം. അതാ ഞാൻ എൻ്റെ മെഷീന്റെ ഉള്ളിങ്ങനെ ഒന്ന് എടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ ഇഷ്ടം പോലെ നമുക്ക് ഡസ്റ്റ് ഉണ്ടാവും. നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ നമ്മൾ ഇങ്ങനെ ഒന്ന് മെഷീൻ പൊക്കി നിർത്തിയിട്ട് ഈ ഒരു ഇടയിലുള്ള പൊടിയൊക്കെ ഒന്ന് തുടച്ചു കളയാം കേട്ടോ. ഇപ്പോൾ ഇതില് ഇഷ്ടം പോലെ പൊടിയുണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് ഭാഗത്തൊക്കെ ഇങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ. എല്ലാ ഭാഗത്തുനിന്നും നമുക്ക് നമ്മുടെ കൈവിരൽ കൊണ്ട് എടുക്കുന്നത് വളരെ പ്രയാസമാണ്. അപ്പോൾ ഇതിനൊരു സിമ്പിൾ ട്രിക്ക് ഉണ്ട്. നമ്മൾ ഇതുപോലത്തെ ഒരു സ്പോഞ്ച് എടുക്കുക. ഇതിലെ ചെറിയൊരു കഷ്ണം ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പൊ ഞാനൊരു ചെറിയ കഷ്ണം ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഒരു കത്തി എടുക്കാം. കത്തി എടുത്തിട്ട് ജസ്റ്റ് നമുക്ക് ഇതിന്റെ നടുക്ക് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നമുക്ക് ഇതുപോലെ ഇങ്ങനെ നമ്മൾ കത്തിയിലൊന്ന് നമ്മുടെ ഈ സ്പോഞ്ച് ഇങ്ങനെ, എന്നിട്ട് നമ്മൾ ഇതിന്റെ എല്ലാ ഇടയിൽ നിന്നുമുള്ള ഈ ഡസ്റ്റ് ഇങ്ങനെ ഒന്ന് കത്തി കൊണ്ട് ഇങ്ങനെ ഓടിച്ചു കൊടുക്കുമ്പോൾ നമുക്കിതിൽ എല്ലാ പൊടിയും കിട്ടും. ഇനി എല്ലാവരുടെയും വീട്ടിലെ ചെറിയ ബ്രഷ് ഒന്നും ഉണ്ടാവത്തില്ലല്ലോ, പക്ഷെ ഇതുപോലത്തെ സ്പോഞ്ച് ഉണ്ടാവും അല്ലേ. അപ്പൊ നമുക്ക് എല്ലാ ഇടയിലും നമ്മുടെ കൈവിരൽ കയറത്തില്ലല്ലോ. അപ്പൊ നമുക്ക് ഇങ്ങനെ അങ്ങ് ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ആ നൂലും ചെറിയ ചെറിയ നൂലിന്റെ കഷ്ണം വരെ നമുക്ക് ഇതിലങ്ങ് ആയി കിട്ടും. അപ്പൊ ഞാൻ ഈ ഗ്യാപ്പൊക്കെ കണ്ടോ, ഈ ഗ്യാപ്പിലേക്കൊക്കെ ഇങ്ങനെ അങ്ങോട്ട് കയറ്റി കൊടുക്കാം. നോക്കിയേ പൊടിയാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പൊ നമുക്ക് ഇതുപോലെയും നമ്മുടെ മെഷീന്റെ അകമൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ എല്ലാ പൊടിയും ഇത് വെച്ചിട്ട് ഇങ്ങനെ തുടച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെയും നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് എടുക്കുവാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവർക്കും ടിപ്സ് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നമുക്കപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.